ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 7th സ്റ്റാൻഡേർഡിലെ മലയാളം ക്രിസ്മസ് എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് കേരള പാഠാവലിയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നൽകിയിട്ടുള്ള ഒന്നാമത്തെ പ്രവർത്തനം എന്താണ്? വായിക്കാം, എഴുതാം. ഓക്കെ, നമുക്ക് വായിച്ച് നോക്കാം. ഇതുപോലൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾക്ക് എന്തായാലും എക്സാമിന് വരിക. ഇതുപോലെ കവിതാഭാഗമോ അല്ലെങ്കിൽ ഒരു പാഠഭാഗമോ നൽകിക്കൊണ്ട് അതിൽ നിന്ന് ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. വൃശ്ചികം പിറന്നതേയുള്ളൂ, വൃശ്ചികക്കാറ്റ് ആഞ്ഞു വീശി തുടങ്ങി. ആത്മീയമായൊരു പ്രകൃതി പ്രതിഭാസം എന്ന പോലെ എല്ലാ വൃശ്ചികം ഒന്നിനും കൃത്യമായി സഹ്യൻ്റെ മറുപുറത്തെ പീഠഭൂമിയിൽ നിന്ന് പാലക്കാടൻ ചുരം വഴി ഈ കാറ്റ് കടന്നു വരുന്നു. മുണ്ടകൻ പാടങ്ങളിൽ ഹരിതവീജി പരമ്പരകളായി ഉല്ലസിച്ചും തെങ്ങിൻ തലപ്പുകളിൽ ദിശാഭ്രമം സൃഷ്ടിച്ചും കാറ്റ് പടിഞ്ഞാറൻ കടൽ തീരത്തെ ലക്ഷ്യമാക്കി വീശുന്നു. വള്ളുവനാടിൻ്റെ ഇടനാടൻ പ്രദേശങ്ങളിൽ ഏതാണ്ട് മുഴുക്കെ പാലക്കാടൻ കാറ്റ് അനുഭവപ്പെടുന്നുണ്ട്. തെക്കതിൻ്റെ അതിർത്തി ചാലക്കുടി പുഴയാണ്. പടിഞ്ഞാറ് കടൽ തീരത്തിന് 10 നാഴിക മുമ്പ് കടൽക്കാറ്റിൻ്റെ സമ്മർദ്ദമേറ്റ് അതിൻ്റെ ശക്തി ക്ഷയിക്കുന്നു. പാലക്കാടൻ കാറ്റ് അനഭിതനായ ഒരു അതിഥിയാണ്. പീഠപ്രകൃതിയുടെ ഉഷ്ണവും പൊടിമണ്ണും ഏറ്റിവരുന്ന അത് രോഗകാരണമാവുന്നു. അതിൻ്റെ വരണ്ട ആശ്ലേഷം തെങ്ങും കവുങ്ങും പോലുള്ള ഫലവൃക്ഷങ്ങൾക്ക് ഒട്ടും പഥ്യമല്ല. പാലക്കാടൻ കാറ്റിൻ്റെ ഒരേയൊരു നന്മ അത് മുണ്ടകൻ പാടങ്ങളിൽ നിന്ന് ചാഴിയെ തുരത്തുന്നുവെന്നതാണെന്ന് കൃഷിക്കാർ പറയും. എൻ്റെ കേരളം, രവീന്ദ്രൻ. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളായി നോക്കാം. പാലക്കാടൻ കാറ്റ് രോഗകാരണമാകുന്നത് എന്തുകൊണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് കൂട്ടുകാരെ? അതെ, പീഠപ്രകൃതിയുടെ ഉഷ്ണവും പൊടിമണ്ണും ഉള്ളത് കൊണ്ടാണല്ലേ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, അജ്ഞേയം എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? അറിയാത്തത്. എന്താണ്? അറിയാത്തത്. ദെൻ വൃശ്ചികം പിറന്നാൽ സംഭവിക്കുന്നത് എന്ത്? എന്താണ് വൃശ്ചികം പിറന്നാൽ സംഭവിക്കുന്നത്? വൃശ്ചികക്കാറ്റ് ആഞ്ഞു വീശും. നമ്മൾ ഫസ്റ്റ് ഭാഗത്ത് വായിച്ചല്ലേ, വൃശ്ചികക്കാറ്റ് എന്താണ്? ആഞ്ഞു വീശും. ദെൻ പാലക്കാടിൻ്റെ തെക്കേ അതിർത്തി ചാലക്കുടി പുഴ, സഹ്യൻ്റെ പീഠഭൂമി, അട്ടപ്പാടി, പാലക്കാട്. ഇതിലേതാണ് പാലക്കാടൻ കാറ്റിൻ്റെ തെക്കേ അതിർത്തി? അതെ, ചാലക്കുടി പുഴയാണല്ലേ. ആൻസർ എന്താണ്? ചാലക്കുടി പുഴ. ഓക്കെ, ദെൻ രണ്ടാമത്തെ ചോദ്യം നോക്കിയാലോ. താഴെ ചില ശൈലികൾ കൊടുക്കുന്നു, അതിൻ്റെ പൊരുൾ കണ്ടെത്തി എഴുതുക. അജഗജാന്തരം, അതുപോലെ തന്നെ അറുത്ത കൈക്ക് ഉപ്പ് തേക്കാതിരിക്കുക, ഒറ്റ കൊടുക്കുക, അക്കരെ പറ്റുക, ഇടിവെട്ടിയവനെ പാമ്പ് കടിക്കുക. ഈ ശൈലികളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതിൻ്റെ പൊരുൾ എന്താണെന്ന് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെതായി എഴുതാം. അജഗജാന്തരം എന്ന് പറഞ്ഞാൽ അത് വലിയ വ്യത്യാസത്തിന് പ്രയോഗിക്കുന്ന ശൈലിയാണ് എന്ത്? അജഗജാന്തരം. ദെൻ അറുത്ത കൈക്ക് ഉപ്പ് തേക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ നിർദ്ദയമായിട്ട് പെരുമാറുക, അതായത് ഒരു ദയയില്ലാതെ പെരുമാറില്ലേ. അതിന് പറയുന്നതാണ് എന്ത്? അറുത്ത കൈക്ക് ഉപ്പ് തേക്കാതിരിക്കുക. ദെൻ ഒറ്റ കൊടുക്കുക, ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് പറയാറുണ്ടല്ലോ. ഒറ്റ കൊടുക്കുക എന്നൊക്കെയുള്ള അങ്ങനത്തെ ശൈലികൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥം? ചതിക്കുക. ദെൻ അക്കരെ പറ്റുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ വിഷമഘട്ടം തരണം ചെയ്യുന്നതിനാണ് ഈ ശൈലി ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക കൂട്ടുകാർ? ഇതുപോലെ ഇടിവെട്ടിയവനെ പാമ്പ് കടിക്കുക എന്ന് കൂടി ഉണ്ടല്ലേ. അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ പൊരുൾ എന്താണ്? ആപത്തിനുമേൽ ആപത്ത്. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുക? ഇതുപോലെ ശൈലികളും അവയുടെ പൊരുളും പഠിച്ചു വയ്ക്കുക. ഓക്കെ, നമുക്ക് പ്രവർത്തനം 3 നോക്കാം. കാവ്യഭാഷയുടെ സവിശേഷതകൾ എഴുതുക. എഴുത്തച്ഛൻ്റെ കാവ്യഭാഷയുടെ സവിശേഷതകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ആൻസർ എഴുതാം. ഹൃദ്യവും അതിസുന്ദരവുമായൊരു കാവ്യഭാഷയുടെ വക്താവാണ് എഴുത്തച്ഛൻ. കവിത മനോഹരമാവുന്നത് അനുവാചക മനസ്സിൽ തങ്ങുന്ന പദങ്ങൾ പ്രയോഗിക്കുമ്പോഴാണ്. കനകമയമായ മാനിൻ്റെ രൂപത്തെ വർണ്ണിക്കുമ്പോൾ, അഭിമന്യുവിനെ വർണ്ണിക്കുമ്പോൾ, പൊന്നണി ജ്ഞാനങ്ങൾ വരുന്നത് വർണ്ണിക്കുമ്പോൾ, വെള്ളത്തിലെ തിര തള്ളുന്നത് പോലെ വെള്ളക്കുതിരകൾ കുതിച്ചു വരുന്നത് വർണ്ണിക്കുമ്പോൾ ഭാഷാ പ്രയോഗത്തിൻ്റെ ലാളിത്യവും പ്രയോഗഭംഗിയും ബോധ്യമാവുന്നു. മനസ്സിൽ താളമിട്ട് നിൽക്കുന്ന വാക്കുകളാണ് എഴുത്തച്ഛൻ ഉപയോഗിക്കുന്നത്. വെള്ളത്തിലെ ഈ വരി പരിശോധിച്ചാൽ അക്ഷരങ്ങളുടെ ആവർത്തനം കൊണ്ടുണ്ടാകുന്ന താളഭംഗി മനസ്സിലാവും. അതോടൊപ്പമാണ് ആശയവ്യക്തതയും സ്വഭാവോക്തിയുമാണ് കവിയെല്ലാം പ്രയോഗിക്കുന്നത്. ഭാവത്തിൻ്റെ സൂക്ഷ്മത മനസ്സിൽ നൂതനമായ ആശയങ്ങൾ നിലനിർത്തും. ആശയങ്ങൾക്ക് വ്യക്തത ഉണ്ടാവുന്ന ഭാഷയാണ് കവി പ്രയോഗിക്കുന്നത്. കടലിലെ തിരമാലകൾ ഒന്നിനു പുറകെ ഒന്നായി തള്ളി വരുന്നത് പോലെ കുതിരകൾ കുതിച്ചു വരുന്നു. ഇവിടെ വ്യക്തമാവുന്ന ചിത്രം ഭാഷയുടെ സവിശേഷത കൊണ്ടുണ്ടാകുന്ന ആശയ വ്യക്തതയിൽ നിന്നാണ് ലഭിക്കുന്നത്. ഓക്കെ, നമുക്ക് നൽകിയിരിക്കുന്ന അടുത്ത പ്രവർത്തനം എന്താണ്? ഉപന്യാസം തയ്യാറാക്കാനാണല്ലേ. മാതൃഭാഷയുടെ പ്രാധാന്യം എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക.
അപ്പോൾ ഉപന്യാസം എങ്ങനെയാണ് എഴുതേണ്ടതെന്നൊക്കെ കൂട്ടുകാർക്ക് അറിയാമല്ലോ. ഓക്കെ, നമുക്ക് എഴുതാം. വിഷയം എന്താണ്? മാതൃഭാഷയുടെ പ്രാധാന്യം. ഒരു കുട്ടിയുടെ ചിന്തയെ ഉറപ്പിക്കാനും ബന്ധങ്ങൾക്ക് പൂർണ്ണത നൽകാനും വേണ്ടത് മാതൃഭാഷ തന്നെയാണ്. അതുകൊണ്ടാണ് വള്ളത്തോൾ ഇങ്ങനെ എഴുതിയത്: മറ്റുള്ള ഭാഷകൾ കേവലം ദാത്രിമം മർത്യനെ പെറ്റമ്മ തൻ ഭാഷതൻ. മാതൃഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുമ്പോഴെല്ലാം നമ്മൾ ഈ കവിതയുടെ വരികൾ ചൊല്ലാറുണ്ട്. മൊഴി പൊഴിയും അഴക് എന്ന യൂണിറ്റിലെ പാഠഭാഗങ്ങളെല്ലാം തന്നെ ഈ വസ്തുതയെ സ്ഥാപിക്കുന്നതാണ്. കനകച്ചിലങ്ക കിലുങ്ങി എന്ന പാഠവും വാക്ക് എന്ന പാഠവും എഴുത്തച്ഛൻ്റെ പാഠവുമെല്ലാം നാം പരിശോധിച്ചാൽ മാതൃഭാഷയുടെ ശക്തിയും പ്രാധാന്യവും ബോധ്യമാകും. മാതൃഭാഷ ഓരോ വ്യക്തിക്കും വൈകാരികതയുടെ ഭാഷയാണ്. കൃത്രിമമായി മാതൃഭാഷയിൽ ഒന്നുമില്ല. അപരിചിതമായ ഒന്നിനെ സ്വീകരിക്കുവാൻ കുട്ടിയെ ഏറെ സഹായിക്കുന്നത് മാതൃഭാഷയാണ്. അതുപോലെ തന്നെ അമ്മയുമായി ഒരു കുഞ്ഞിൻ്റെ ബന്ധം ഏറ്റവും സുസ്ഥിരമാക്കാൻ ഏറെ സഹായിക്കുന്നതും അവൻ്റെ മാതൃഭാഷയാണ്. അറിവ് ഗ്രഹിക്കുക, പ്രസക്ത തലത്തിൽ സൂക്ഷ്മമായി പ്രയോഗിക്കുക, അറിവിൻ്റെ ആശയങ്ങൾ അപഗ്രഹിക്കുക, വിലയിരുത്തുക, ഇതെല്ലാം ഒരു കുട്ടിക്ക് വേണ്ടതാണ്. ഇതിനെല്ലാം അവനെ ഏറെ സഹായിക്കുന്നതും അവൻ്റെ മാതൃഭാഷ തന്നെയാണ്. നിരന്തരമായ പരിശീലനം കൊണ്ട് ഒരാൾക്ക് ഏതു ഭാഷയിലും പ്രാവീണ്യം നേടാൻ കഴിയും. എന്നാൽ വികാരത്തിൻ്റെയും വിചാരത്തിൻ്റെയും തലത്തിൽ സ്വതസിദ്ധമായി വർദ്ധിക്കുവാൻ ഒരു വ്യക്തിക്ക് അവൻ്റെ മാതൃഭാഷയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അതാണ് മാതൃഭാഷയുടെ പ്രാധാന്യം. അപ്പം കൂട്ടുകാരും എന്തു ചെയ്യുക? ഇതുപോലൊരു ഉപന്യാസം തയ്യാറാക്കുക. ഇതിന് നമുക്ക് പ്രവർത്തനം 5 നോക്കാം. പ്രവർത്തനം 5, നിരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കുക. നീളുമീ യാത്രതൻ വിസ്മയങ്ങൾ എന്ന പാഠഭാഗത്ത് ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ മരത്തിൻ്റെ പച്ച നിറം മറച്ചുകൊണ്ട് പറ്റിപ്പിടിച്ചിരുന്നപ്പോൾ മരമാകെ മറ്റൊരു നിറമായി എന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതുപോലെ ഭംഗിയുള്ള കാഴ്ചകൾ നിങ്ങൾ കാണാറുണ്ടോ? അവ നിരീക്ഷിച്ച് എഴുതുക. അപ്പം നിരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കാനാണല്ലേ കൂട്ടുകാരെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് എഴുതാം. ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ മരത്തിൻ്റെ പച്ചനിറം മറച്ചുകൊണ്ട് അവ പറ്റിപ്പിടിച്ചിരുന്നപ്പോൾ മരമാകെ മറ്റൊരു നിറത്തിലായി. ഇത് പാഠഭാഗത്ത് നാം കണ്ടതാണ്. ഇതുപോലെ പല ജീവികളും നമുക്ക് ചുറ്റും പറന്നു നടക്കുന്നുണ്ട്. അവ പൂക്കളിലും ഇലകളിലും പറ്റിപ്പിടിച്ചിരിക്കുമ്പോൾ നമുക്ക് ആ ചെടി എന്താണെന്ന് പോലും അറിയാനാവുകയില്ല. അപ്രകാരമുള്ള ഒരു ജീവിയാണ് പച്ചവെട്ടിൽ പച്ചക്കലറിയാനെന്നും പറക്കുന്ന ഈ ജീവി അറിയപ്പെടുന്നു. ഇവ ധാരാളമായി ചിലപ്പോൾ പറന്ന് പച്ചിലകൾക്കിടയിലെ പൂക്കളിൽ വന്നിരിക്കും. ആ പൂക്കളും നമുക്ക് പച്ചിലകളാണെന്ന് തോന്നും. ചെമ്പരത്തി ചെടിയിൽ ഇവ പറന്നു പറ്റാറുണ്ട്. ചെമ്പരത്തിയുടെ പൂവ് ചുവപ്പാണല്ലോ. പ്രഭാതത്തിലാണ് പച്ചവെട്ടിൽ പറന്നു വരുന്നത്. ആയിരക്കണക്കിന് എണ്ണം കാണും. തേനൂറ്റാൻ വേണ്ടി ചെമ്പരത്തിപ്പൂവിൽ ഇവ പറന്നിരിക്കും. ചെമ്പരത്തിയുടെ ഇലയുടെ നിറമാണ് ഇവയ്ക്ക്. പൂക്കളിൽ നിറഞ്ഞിരുന്നാൽ പിന്നെ ചെമ്പരത്തിയിൽ പൂക്കളില്ലാത്തതുപോലെ തോന്നും. ഇളംകാറ്റിൽ പൂക്കൾ അനങ്ങുമ്പോൾ പച്ചവെട്ടിൽ പറക്കും. പിന്നെയും പറന്നു പറ്റും. കണ്ടിരിക്കാൻ നല്ല കൗതുകമാണ്. കൂട്ടുകാരും ഇതുപോലൊരു നിരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കുമല്ലോ. ഓക്കെ, നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. താഴെ കൊടുത്തിരിക്കുന്ന സൂചകങ്ങളും പഠിച്ച കാര്യങ്ങളും ചേർത്ത് വെച്ച് ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. ആരെക്കുറിച്ചാണ്? ചങ്ങമ്പുഴയാണല്ലേ നൽകിയിട്ടുള്ള ഹിൻസ് നോക്കൂ. നാട്ടിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസം. പ്രിയ സുഹൃത്തായിരുന്ന ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ മരണം, രമണൻ എന്ന വിലാപകാവ്യം, തിരുവനന്തപുരം ആർട്സ് കോളേജിൽ പഠിച്ച് ഓണേഴ്സ് ബിരുദം, മംഗളോദയം മാസികയുടെ പത്രാധിപർ, 1948 ജൂൺ 17 അന്തരിച്ചു. 36 വയസ്സായിരുന്നു. ഭാര്യ ശ്രീദേവിയമ്മ. യുദ്ധസേവനത്തിന് പോയി. കാവ്യനർത്തകി അടക്കം 48 കവിതാഗ്രന്ഥങ്ങൾ, 13 ഗദ്യകൃതികൾ, ദേവഗീത, മനസ്വനി, വാഴക്കുല. മലയാളത്തിലെ പ്രശസ്ത കവി. ലളിത സുന്ദര ഭാഷ. 1911 ഒക്ടോബർ 10 ഇടപ്പള്ളിയിൽ ജനിച്ചു. അപ്പോൾ ഇത്രയും ഹിൻസാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. ഈ ഹിൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കണം. ഓക്കെ, നമുക്ക് ആൻസർ എഴുതാം. മലയാളത്തിലെ നവോത്ഥാന കവിയാണ് ചങ്ങമ്പുഴ. 48 കവിതാഗ്രന്ഥങ്ങളും 13 ഗദ്യകൃതികളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ലളിതസുന്ദരമായ ഭാഷയിൽ കവിത രചിക്കാൻ ചങ്ങമ്പുഴയ്ക്ക് കഴിഞ്ഞിരുന്നു. 1911 ഒക്ടോബർ 10 ഇടപ്പള്ളിയിൽ ജനിച്ചു. പ്രിയ സുഹൃത്തായിരുന്ന ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ മരണം കവിയെ ദുഃഖത്തിലാഴ്ത്തി. അങ്ങനെയാണ് രമണൻ എന്ന വിലാപകാവ്യം എഴുതിയത്. നാട്ടിലെ ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിനു ശേഷം തിരുവനന്തപുരം ആർട്സ് കോളേജിൽ നിന്ന് ഓണേഴ്സ് ബിരുദം നേടി.
കുറച്ചുകാലം യുദ്ധസേവനത്തിന് പോയി. പിന്നെ മംഗളോദയം മാസികയുടെ പത്രാധിപരായി. ദേവഗീത, മനസ്വിനി, വാഴക്കുല, കാവ്യനർത്തകി അടക്കം പ്രശസ്ത കൃതികൾ. ചങ്ങമ്പുഴ ശ്രീദേവി അമ്മയെ വിവാഹം കഴിച്ചു. 1948 ജൂൺ 17 അന്തരിച്ചു. മരിക്കുമ്പോൾ 36 വയസ്സായിരുന്നു. അപ്പോൾ കൂട്ടുകാരും എന്ത് ചെയ്യുക? യെസ്, തന്നിട്ടുള്ളതുപോലെ ഹിൻസ് ഉപയോഗിച്ചുകൊണ്ട് ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, അപ്പോൾ ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.